വിടമാട്ടെ. എല്ലാ പ്രേതബാധയ്ക്ക് പിന്നിലും പ്രേതാകണമെന്നില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ് മണിച്ചിത്രത്താഴിലെ ഗംഗ. നാഗവല്ലി ഗംഗയുടെ ശരീരത്തിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മണിച്ചിത്രത്താഴ് ഒരു ഹൊറർ മൂവി അല്ല, ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ കഥയാണ്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. പണ്ട് ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറഞ്ഞിരുന്നു. ഒരാൾക്ക് താങ്ങാനാകുന്നതിനും അപ്പുറമുള്ള ട്രോമ, എക്സ്പെഷ്യലി ചൈൽഡ്ഹുഡ് ട്രോമാസ്. ഇതിൽ നിന്നെല്ലാം ആ വ്യക്തിയെ അതിജീവിക്കാൻ വേണ്ടി ബ്രെയിൻ നടത്തുന്ന ഒരു സർവൈവൽ റെസ്പോൺസ്. ഒരാളിൽ തന്നെ ഒന്നിലധികം വ്യക്തിത്വം, ഡിഫറെന്റ് ബിഹേവിയർ, മെമ്മറീസ്, വോയിസ്, ബോഡി ലാംഗ്വേജ്. ഗംഗയ്ക്ക് ഒരിക്കലും നാഗവല്ലിയായി മാറുന്നത് റീകോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനെയാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്ന് പറയുക. അതായത് നാഗവല്ലി ആക്റ്റീവ് ആകുന്ന സമയത്ത് ഗംഗ എന്ന് പറയുന്ന പാർട്ട് ടെമ്പററി ആയിട്ട് ഷട്ട് ഓഫ് ചെയ്യും. അവയർനെസ് ഡിസ്കണക്ഷൻ. അതുകൊണ്ടാണ് ഗംഗയ്ക്ക് നാഗവല്ലി ആകുന്ന ആ ഒരു പാർട്ട് ആലോചിച്ചെടുക്കാൻ സാധിക്കാത്തത്. പിന്നെ കട്ടിലെടുത്ത് പൊക്കിയ സീൻ, മേ ബി അത് മൂവിക്ക് വേണ്ടി ഒരു സൂപ്പർ നാച്ചുറൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. എന്നാൽ ഒരു വ്യക്തി ഒരു സർവൈവൽ സിറ്റുവേഷനിൽ പോകുമ്പോൾ എക്സ്ട്രീം അഡ്രിനാലിൻ റെസ്പോൺസ് കൊണ്ടും ഇങ്ങനെ ചെയ്യാം. ഗംഗ എന്ന ക്യാരക്ടർ പ്രോപ്പർ തമിഴ് അറിയുന്നതായിട്ട് ആ മൂവിയിൽ പറയുന്നില്ല. എന്നാൽ നാഗവല്ലി കയറുന്ന സമയത്ത് തമിഴ് സംസാരിക്കുന്നുണ്ട്. മേ ബി നിരന്തരമായിട്ടുള്ള തമിഴ് പാട്ടുകൾ, കഥകൾ, കൾച്ചറൽ എലമെന്റ്സ് ഒക്കെ കേട്ടത് കൊണ്ടാകാം ആ മാനറിസം കാര്യങ്ങളൊക്കെ വരുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ് ഒരു വ്യക്തിക്ക് മാജിക്കൽ ആയിട്ട് ഒരു പുതിയ ലാംഗ്വേജ് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കും ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അറിയാമോ? എങ്കിൽ കമന്റ് ചെയ്യ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.